ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ജോയിന്റ് എൻട്രൻസ് എക്സാം JEE മെയിൻ ഡിസംബർ 15 മുതൽ ജാനുവരി 12 വരെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ടൈം 11:50 വരെ. എക്സാം സിറ്റി അനൗൺസ്മെന്റ് ചെയ്യുന്നത് ജാനുവരി 23-നായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ജാനുവരി 23 തേർഡ് വീക്കിലാണ്. ഡേറ്റ് ഓഫ് എക്സാം 24 മുതൽ 31 വരെയാണ്. 26-ാം തീയതി എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. റിസൾട്ട് അതുമായി ബന്ധപ്പെട്ടതെല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇത് സെഷൻ 1 ആണ്. സെഷൻ 2 ഏപ്രിലാണ്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെ. മാർച്ച് 7 11:50 വരെ പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ്. എക്സാം സിറ്റി മാർച്ച് തേർഡ് വീക്കിൽ അനൗൺസ്മെന്റ് ചെയ്യും. മാർച്ച് അവസാനം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. എക്സാം ഡേറ്റ് 6, 7, 8, 9, 10, 11, 12 ഏപ്രിൽ 2023. മറ്റു ഡീറ്റെയിൽ എല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ടൈം ടേബിൾ ആണ്. ഫസ്റ്റ് 3 മണിക്കൂർ എക്സാം ടൈം 9 മണി മുതൽ 12 മണി വരെ. സെക്കൻഡ് 3 മണി മുതൽ 6 മണി വരെയാണ്. എക്സാം ടൈം ബി ഡീറ്റെയിൽ BE BRക്ക് B2 B പ്ലാനിംഗ്. മെയിൽ കാൻഡിഡേറ്റിന് 1000, ഫീമെയിൽ 800, SC ST ആണെങ്കിൽ 500, തേർഡ് ജെൻഡർ 500, ഔട്ട്സൈഡ് ആണെങ്കിൽ ഈ എമൗണ്ട് ആയിരിക്കും. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ആണെങ്കിൽ 2000, 1600, 1000, 1000, 1000 ഈ രീതിയിൽ വരുന്നതായിരിക്കും. കറക്റ്റ് ആൻസറിന് 4 മാർക്ക്, ആൻസർ തെറ്റാണെങ്കിൽ 1 മാർക്ക് മൈനസ് ആവുന്നതായിരിക്കും. എക്സാം ടൈം 3 മണിക്കൂറാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അവർക്ക് 4 മണിക്കൂറാണ്. പേപ്പർ 2 ആണെങ്കിൽ 3.5 മണിക്കൂർ. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 4 മണിക്കൂറും 10 മിനിറ്റും. ഏജ് ലിമിറ്റ് ഇല്ല. +2 കഴിഞ്ഞവർക്ക് ഇതിൽ അപ്ലൈ ആവുന്നതാണ്. JEE ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത്? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, മുഖം വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം. 10 KB 200 KBക്കുള്ളിൽ ആയിരിക്കണം. സിഗ്നേച്ചർ 30 KBക്കുള്ളിൽ വരുന്ന JPG ഫോർമാറ്റ് ആയിരിക്കണം. കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് 10 KB മുതൽ 300 KBക്കുള്ളിൽ വരേണ്ടതാണ്. PDF ആയി സ്കാൻ ചെയ്യേണ്ടതുമാണ്. മൊബൈൽ നമ്പർ 2 എണ്ണം വേണം. ഇമെയിൽ ID 2 വേണ്ടതാണ്. ID കാർഡ് ഏതാണ് അതും കരുതി വയ്ക്കേണ്ടതാണ്. പിന്നെ പേയ്മെന്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽ അത് നമ്മൾ അറിഞ്ഞാൽ മതി. ഇനി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. JEE മെയിൻ 2023 അത് ക്ലിക്ക് ചെയ്യുക. അത് ഓക്കെ കൊടുക്കുക. നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ന്യൂ രജിസ്ട്രേഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. സ്ക്രോൾ ചെയ്ത് താഴെ പോവുക. ഐ ഹാവ് ഡൗൺലോഡഡ് ആ ബോക്സ് ടിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അത് ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് നെയിം 10th സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണോ നെയിം ആ രീതിയിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ ഗാർഡിയൻ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. മദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ID കാർഡ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുകൂടാതെ വേറെ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ അഡ്രസ്സ് തന്നെയാണ് സെയിം എങ്കിൽ സെയിം ആസ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു സ്മാൾ ലെറ്റർ, ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു ന്യൂമറിക്കൽ, ഒരു എംബ്ലം അത് അതിൽ വേണ്ടതാണ്. പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. ഇനി ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക. അതിൻ്റെ ആൻസറും കൊടുക്കുക. ഈ കാണുന്ന പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. കൊടുത്ത ഇൻഫർമേഷൻ എല്ലാം ശരിയാണോ എന്ന് നോക്കുക. അതിനായി ഇത് ക്ലോസ് ചെയ്യുക. ഈ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം ശരിയാണെങ്കിൽ ഈ കാണുന്ന ബോക്സ് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താവുന്നതാണ്. അതിനായി എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം അതിലോട്ട് പോവുക. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. തിരുത്തിയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി പാസ്വേഡ് കൊടുക്കുക. കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. കാണുന്ന സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക. അതിൻ്റെ ആൻസറും കൊടുക്കുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഈ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവ തിരുത്താവുന്നതാണ്. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിലെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP അത് ക്ലിക്ക് ചെയ്യുക. OTPക്കായി ഇത് ഓക്കെ കൊടുക്കുക. മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്ത മൊബൈൽ നമ്പർ ഏതാണ് അതിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോമാണ്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്. ഇത് എഴുതി വെക്കേണ്ടതാണ്. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽ, ആധാർ ഡീറ്റെയിൽസ്, എക്സാം സെൻറ്റർ ഡീറ്റെയിൽ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, അഡീഷണൽ ഡീറ്റെയിൽ ഇതെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായി പേഴ്സണൽ ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്യുക. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അത് യെസ് കൊടുക്കുക. നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
കാറ്റഗറി ഏതിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസബിലിറ്റി പേഴ്സൺ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡയബറ്റിക് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പ്ലേസ് ഓഫ് റെസിഡൻസ് അർബൻ റൂറൽ ഇത് ഏതാണ് അത് കൊടുക്കുക. ആനുവൽ ഫാമിലി ഇൻകം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് രീതിയിലാണോ പഠിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മീഡിയം ഏതാണ് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ആധാർ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ മെയിൽ അതിൽ ഷെയർ ചെയ്യണമെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. എൻ്റെ ആധാർ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് അണ്ടർസ്റ്റുഡ് ഇൻസ്ട്രക്ഷൻ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി എക്സാം സെൻറ്ററാണ്. ഏത് എക്സാമിനാണോ അപ്ലൈ ചെയ്യാൻ താല്പര്യം അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. സെക്ഷൻ 1 BTech വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മലയാളം ഇതിൽ ഏതിലാണോ എഴുതാൻ താല്പര്യം അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിറ്റി എവിടെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള സിറ്റി ഏതാണോ ആ രീതിയിൽ കൊടുത്തു പോകാവുന്നതാണ്. ഈ രീതിയിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 ചോയ്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഫാദേഴ്സ് ഒക്യുപ്പേഷൻ എന്താണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാദേഴ്സ് ക്വാളിഫിക്കേഷൻ ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അമ്മയുടെ ഒക്യുപ്പേഷൻ എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മദേഴ്സ് ക്വാളിഫിക്കേഷൻ ഏതാണോ അതിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. 10th ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഇവിടെ പാസ്വേഡ് കൊടുത്തു. ക്വാളിഫയിങ് എക്സാം ഏതാണ് 10th. പാസ്സായ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ അർബൻ ആണോ റൂറലാണോ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് സ്കൂൾ അത് ഏതാണ് അത് ഇവിടെ നിന്ന് കൊടുക്കാവുന്നതാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്കൂൾ നെയിം, സ്കൂൾ ബോർഡ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത. പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ മാർക്ക് എത്രയാണ്, കിട്ടിയ മാർക്ക് എത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. 10th സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ ഏതാണോ സ്കൂൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. 12th എക്സാം പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ്. ഈ വർഷം എക്സാം എഴുതുകയാണെങ്കിൽ അപ്പിയറിംഗ് എന്ന് കൊടുക്കുക. പാസ്സായ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാളിഫയിങ് എക്സാം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് സ്കൂളിംഗ്, സ്കൂൾ ഇരിക്കുന്നത് ഗ്രാമത്തിലാണോ നഗരത്തിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് സ്കൂൾ, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് ഏതാണോ അത് കൊടുക്കുക. ബോർഡ് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി. പേഴ്സൻറ്റേജ് എടുക്കുക. എത്ര മാർക്കിനാണ് ഇത്ര മാർക്ക് ലഭിച്ചു അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ ഏതാണോ സ്കൂൾ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. പിൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽ ഓഫ് പാരൻറ്റ് ആൻഡ് ഗാർഡിയൻ അതിനായി കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അല്ലാതെ വേറൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മെയിൽ ഐ ഡിയും വേറെ കൊടുക്കുക. കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക, അതായത് പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗെറ്റ് OTP അത് ക്ലിക്ക് ചെയ്യുക. കൊടുത്ത മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മെയിലിലേക്കും ഒരു OTP വരുന്നതായിരിക്കും. മൊബൈലിൽ വന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിലിൽ വന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആൻഡ് നെക്സ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഒറിജിനൽ അപ്ലോഡ് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അടുത്ത് സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഒറിജിനൽ കൊടുക്കുക. അപ്ലോഡ് അത് ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. കൊടുത്തത് കാണണമെങ്കിൽ അപ്ലോഡ് ഡോക്യുമെൻ്റ് അത് ക്ലിക്ക് ചെയ്താൽ കൊടുത്ത ഡോക്യുമെൻ്റ് നമുക്ക് ഈ രീതിയിൽ കാണാവുന്നതാണ്. ഇനി കാണുന്ന സെക്യൂരിറ്റി പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് വായിക്കുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി ഇവ വായിക്കേണ്ടതാണ്. അതിനായി ഇത് ക്ലോസ് ചെയ്യുക. ഇവയെല്ലാം വായിക്കുക. കൊടുത്ത ഡീറ്റെയിൽ എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. കൊടുത്ത ഡീറ്റെയിൽ എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സുകളെല്ലാം ടിക്ക് ചെയ്യുക. ഐ എഗ്രി അത് ടിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ കഴിയില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ കൊടുക്കുക. ഇനി പേയ്മെൻ്റാണ് ഫൈനൽ. അതിന് മുന്നോടിയായി കൊടുത്ത ഇമെയിൽ ID വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനായി യുവർ ഇമെയിൽ ID to വെരിഫൈഡ് അത് ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത
മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും. ആ OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ അത് ക്ലിക്ക് ചെയ്യുക. യുവർ ഇമെയിൽ ID ഈസ് വെരിഫൈഡ് സക്സസ്ഫുള്ളി. ക്ലിക്ക് ഹിയർ ടു ഗോ ഹോം അത് ക്ലിക്ക് ചെയ്യുക. ഇനി പേ എക്സാമിനേഷൻ ഫീ ഇവിടെ 800 രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. പേ ഓൺലൈൻ അത് ടിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു ഫോർ പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഏത് ബാങ്ക് വഴിയാണോ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഏത് വഴിയാണോ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ UPI സെലക്ട് ചെയ്യുന്നു. QR കോഡ് സെലക്ട് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ഡെമോ വീഡിയോ ആയതുകൊണ്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത്. പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. ആ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതുമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.